ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി പാലക്കാട്. AC വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെ ഒക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് നമുക്ക് ഗോദ്രേജിൻ്റെ ഒരു ബോർഡാണ് കിട്ടിയിരിക്കുന്ന നോർമൽ ACയുടെ. ഇത് ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡിനെ പറ്റി നമുക്ക് അത്യാവശ്യം വരാൻ ചാൻസ് ഉള്ള കംപ്ലൈൻറ്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷനും മറ്റുള്ള കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാ ACയിലും ഉള്ള പോലെ തന്നെ ഒരു പവർ സപ്ലൈ, ഇതിന് പവർ സപ്ലൈ സെപ്പറേറ്റ് ആണ്, ട്രാൻസ്ഫോമറാണ്. അത് നമുക്ക് കണക്ഷൻ കൊടുക്കാം. ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ്. പിന്നെ സാധാരണ പോലെ തന്നെ അതിൻ്റെ പവർ സപ്ലൈയുടെ റെക്ടിഫിക്കേഷൻ സ്റ്റേജ്, റെഗുലേറ്റർ സ്റ്റേജ്, പിന്നെ അതിൻ്റെ പ്രോസസ്സറും സ്വിച്ചിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയി. ഡിസ്പ്ലേ, റിമോട്ട്, ഇതേ 2 സെൻസർ. നമുക്കിത് ആദ്യം തൊട്ട് ഇതിൻ്റെ കണക്ഷൻസൊക്കെ കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കൊടുക്കാം. ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ അറിയാലോ അല്ലേ? ഇതേ പ്രൈമറി, സെക്കൻഡറി. ട്രാൻസ്ഫോമർ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും ഒന്ന് ചെക്ക് ചെയ്യാം. അറിയാലോ അല്ലേ? പ്രൈമറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ റെഡ് വയർ പ്രൈമറിയും ഈ ഗ്രീൻ വയർ സെക്കൻഡറിയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നതിനേക്കാൾ വേറെ എല്ലാറ്റിലും ഇതിൻ്റെ ഡീറ്റെയിൽ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. സപ്പോസ് സ്റ്റിക്കർ പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് പ്രൈമറിയും സെക്കൻഡറിയും തിരിച്ചറിയാൻ നമ്മുടെ ക്ലാമീറ്ററിലെ ഓംസ് റേഞ്ച് എടുക്കുക. നമുക്ക് സെക്കൻഡറിയിൽ നോക്കാം. അതെ, സെക്കൻഡറി 1.5 ഓംസ് അത്രേ ഉള്ളൂ. 1.5 ഓംസ് എന്ന് പറയുമ്പോൾ ഓംസ് വളരെ കുറവാണ്. അപ്പോൾ ഇത് സെക്കൻഡറി ആയിരിക്കും. പ്രൈമറിയിൽ ഓംസ് കൂടുതലായിരിക്കും. അതിലാണ് നമ്മൾ 230 വോൾട്ട് കൊടുക്കേണ്ടത്. ഇതാ 468 ഓംസ് ഉണ്ട്, അതായത് 0.468 K. അപ്പോൾ ഓംസ് കൂടുതലുള്ളത് പ്രൈമറിയും ഓംസ് കുറവുള്ളത് സെക്കൻഡറി ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്നതായിരിക്കും കുറേ കൂടെ എളുപ്പം. നമുക്ക് ഇതിൻ്റെ പ്രൈമറി കണക്ഷനിൽ കൊടുക്കാം. അതായത് AC 230 വോൾട്ട് നമ്മൾ കൊടുക്കുന്ന ലൈനിൽ പ്രൈമറി കണക്ഷൻ കൊടുക്കാം. സെക്കൻഡറി കണക്ഷൻ വന്നിട്ട് ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 230 വോൾട്ട് കൊടുക്കുമ്പോൾ സെക്കൻഡറിയിൽ നമുക്ക് എത്ര വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണോ അത്രയും വോൾട്ട് AC നമുക്ക് തരും. അതായത് 12 വോൾട്ട് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് 12 വോൾട്ട് AC ഇവിടെ തരും. അത് നമ്മൾ ഈ റെക്ടിഫയർ വഴി, അതായത് ഈ ഡയോഡ് വഴി അതിനെ റെക്ടിഫൈ ചെയ്ത് DC ആക്കി ഈ കപ്പാസിറ്റർ വെച്ച് അതിനെ ഫിൽട്ടർ ചെയ്ത് പ്യുവർ DC ആക്കിയിട്ട് ഇങ്ങോട്ട് തരും. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ പിന്നിൽ, അതായത് ഈ വലിയ കപ്പാസിറ്ററിൻ്റെ പിന്നിൽ 12 വോൾട്ട് കിട്ടണം. അത് കഴിഞ്ഞ് 7805 റെഗുലേറ്റർ IC ആണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങേ പിന്നിൽ 12 വോൾട്ടും റൈറ്റ് സൈഡ് പിന്നിൽ 5 വോൾട്ടും കിട്ടണം. അപ്പോൾ ഈ 5 വോൾട്ടാണ് നമുക്കിതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എല്ലാ ബോർഡിലും പറയാറുള്ളതാണ്. അത് എന്താ പറയുക, ഒരു AC അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ്സിന് ഒരു 12 വോൾട്ടും ഒരു 5 വോൾട്ടും മസ്റ്റാണെന്നുള്ള കാര്യം ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ 230 വോൾട്ട് ഇവിടെ പോയി നമുക്കിവിടെ DC ഇതിൽ കിട്ടുന്നുണ്ടോ, ഇത് കിട്ടിയതിന് ശേഷം റെഗുലേറ്റ് ചെയ്ത് ഇപ്പുറത്ത് 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അത് വന്നു കഴിഞ്ഞാൽ വേറെ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ ഓൺ ആവണം. ഓൺ ആയില്ലെങ്കിൽ പിന്നെ ഈ IC മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പിന്നെ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻസറുകൾ. അതറിയാം, അതിപ്പോൾ ആ എറർ കാണിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ബ്ലിങ്കിങ് ഒക്കെ ആണെങ്കിൽ അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ സെൻസർ രണ്ടും നമ്മൾ ചെക്ക് ചെയ്യുക. സെൻസർ കറക്റ്റാണോ എന്നറിയാൻ ഇപ്പോൾ അത് ഗ്ലൂട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് അഴിക്കാൻ നിൽക്കുന്നില്ല. നമുക്കതിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് നോക്കാം. കണ്ടിന്യൂറ്റി അല്ല, റെസിസ്റ്റൻസ്, ഇതിപ്പോൾ ഓംസ് റേഞ്ചിൽ തന്നെ ഇട്ടിരിക്കുന്നത്. .3K കാണിക്കുന്നു. ഇതിൽ 3.3K കാണിക്കുന്നു. അത് ടെമ്പറേച്ചർ നമുക്കറിയാം, ക്ലൈമറ്റിനനുസരിച്ച് ഔട്ട്സൈഡ് ടെമ്പറേച്ചറിനനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. സ്വാഭാവികമായിട്ടും അത് ഓരോ ACയുടേതിനനുസരിച്ച് 5K 10K അത് ഓരോ സെൻസർ നമ്മളിടും. അത് കറക്റ്റാണെന്നുള്ളത് മെയിനായിട്ട് നോക്കുക. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ, അതും നമുക്കറിയാം, അതിലേക്ക് വരുന്ന 5 വോൾട്ടും ഇതൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്രയും ഭാഗങ്ങൾ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഇൻഡോർ ഫാനിൽ നമുക്കറിയാം ഇതേ 230 വോൾട്ട്, അതായത് നമ്മളിപ്പോൾ ഈ ലൈനിലാണ് 230 കൊടുക്കാൻ പോകുന്നത്. ഈ റിലേയുടെ മേലത്തെ ഒരു പിന്നിൽ
ഈ 230 വോൾട്ട് കൊടുക്കുന്നു, ഇവിടെ ന്യൂട്രൽ കൊടുക്കുന്നു. ഈ ന്യൂട്രും ഇതും നമ്മൾ ന്യൂട്രും ഫേസും ഇവിടെ കൊടുക്കുന്നത് ഇത് ഈ പാരലായിട്ട് ഇവിടെ ഒരു സ്വിച്ചിങ്, അതായത് ഒരു സ്വിച്ചിങ് IC വഴി, ഒരു മോസ്ഫെറ്റാണ് സാധാരണ വരിക, ഇതിലൊരു IC കൊടുത്തിരിക്കുന്നത് ഒക്ടോ കപ്ലർ പോലെ. അപ്പോൾ ഈ IC വഴി നമുക്ക് ഒരു സ്വിച്ചിങ് തരുത്. ഇത് ഇൻഡോർ ഫാനിൻ്റെ കണക്ഷനാണ്. ഇത് കോമൺ തന്നെ ഒരു കപ്പാസിറ്റർ കണക്ഷൻ. അപ്പോൾ കപ്പാസിറ്റർ പോയാലും ഫാൻ ഓടാതിരിക്കാം, ഈ IC കംപ്ലൈൻ്റ് ആയാലും ഫാൻ ഓടാതിരിക്കാം, അതായത് ഈ IC. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഫാൻ ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടോ നോക്കുക. വരുന്നുണ്ട്, എന്നിട്ട് ഓടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഫാനൊന്നും ഇങ്ങനെ കറക്കി നോക്കുക. അപ്പോൾ കറങ്ങുന്നുണ്ടെങ്കിൽ ഈ കപ്പാസിറ്റർ പോയതാണെന്ന് നമുക്ക് ഊഹിക്കാം. അല്ല ഇതിലും കുഴപ്പമില്ല, ഇത് രണ്ടും കറക്റ്റാണ് എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം ഈ IC കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. അതായത് അവിടെ നിന്ന് വരുന്ന സ്വിച്ചിങ് ഇത്രയും ഭാഗം കറക്റ്റായിട്ട് എത്തിയിട്ടും ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ICയിലായിരിക്കും കംപ്ലൈൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഇതേ മോട്ടറിൻ്റെ തന്നെ നമ്മൾ ഈ മോട്ടറിൻ്റെ മെയിൻ കണക്ഷൻ ഇത് ഇവിടെ കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ വരും, അറിയാലോ അല്ലേ. ഫീഡ്ബാക്ക് കണക്ഷൻ ഇതേ ഈ സെൻസറിനോട് ചേർന്നുള്ള പിന്നിലാണ് കൊടുക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, AC-യുടെ ഇൻഡോർ മോട്ടർ കൃത്യമായി വർക്ക് ചെയ്താലും ഔട്ട്പുട്ട് എടുത്തോളണമെന്നില്ല. അത് എടുക്കുന്നതിനുള്ള ഒരു മെയിൻ ഘടകമാണ് ഈ മോട്ടറിൻ്റെ ഫീഡ്ബാക്ക്. അതുകൊണ്ട് ഈ ഫീഡ്ബാക്കിൻ്റെ കണക്ഷൻ നമ്മൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ ഈ വയർ കട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഡസ്റ്റോ എന്തെങ്കിലും കയറിയിട്ട് ചിലപ്പോൾ ഉറുമ്പൊക്കെ കൂടിയിട്ട് മറ്റേ കറക്റ്റ് ഫീഡ്ബാക്ക് വരാത്ത ഒരു സ്റ്റേജ് വരാം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. ഈ ഫീഡ്ബാക്കിൻ്റെ കണക്ഷൻ ഇപ്പോൾ ഞാൻ കോമൺ ആയിട്ടൊരു മോട്ടറാണ്, ഇതിൻ്റെ മോട്ടർ കറക്റ്റ് ജാക്കായിരിക്കും, കറക്റ്റ് കണക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ PCB ചെക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇൻഡോർ മോട്ടർ അയച്ചുകൊണ്ട് ആ സെയിം ഒറിജിനൽ മോട്ടർ അയച്ചുകൊണ്ട് വരിക എന്നുള്ളത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിക്കൊള്ളുന്നില്ല. നമ്മുടെ കയ്യിലൊരു കോമൺ AC മോട്ടറാണ് ഉള്ളതെങ്കിൽ ഇത് എങ്ങനെ ഇത് ചെക്ക് ചെയ്യാം എന്നുള്ളത്, എങ്ങനെ ഇത് ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളത് പറയാം. അതായത് നമ്മളിപ്പോൾ റെഗുലേറ്റർ IC ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഇതിന് 12 വോൾട്ട് 5 വോൾട്ട്. ഇതിനകത്ത് എപ്പോഴും ഒരു 5 വോൾട്ട്, ഒരു നെഗറ്റീവ്, ഒരു ഫീഡ്ബാക്ക്, 3 പിന്നിൽ, അങ്ങനെ അതായിരിക്കും എൻ്റെ ഓർഡർ ക്രമം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഫസ്റ്റ് ഇത് 5 വോൾട്ടുമായിട്ട് കറക്റ്റ് കണ്ടിന്യൂറ്റി വരുന്ന പിന്നെ ഏതാണെന്ന് നോക്കാം. അതായത് ഈ 5 വോൾട്ട് പിന്നായിട്ട് കണ്ടിന്യൂറ്റി വരുന്ന പിന്ന് അതാ ഇങ്ങേ അറ്റത്തെ പിന്നാണ്. ആ പിന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് ഇങ്ങേ അറ്റത്തെ പിന്ന് 5 വോൾട്ടും നെഗറ്റീവ്, അതായത് ഇതിൻ്റെ സെൻറ്റർ പിന്നായിട്ട് കണ്ടിന്യൂറ്റി വരുന്ന ഏതാണെന്ന് നോക്കാം. അത് ഇങ്ങേ അറ്റത്തെ പിന്നാണ്, റൈറ്റ് സൈഡിലെ പിന്ന്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് പറഞ്ഞാൽ ഫീഡ്ബാക്ക് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മോട്ടറിൻ്റെ ഈ വയർ എന്തൊക്കെയാണ് കണക്ഷൻ എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അതായത് ഈ മോട്ടറിൻ്റെ ഈ ഫീഡ്ബാക്ക് വയറിലെ ഈ ഒരു 3 എണ്ണത്തിൽ നമുക്കറിയാം, ഇതിൽ ഒരെണ്ണം നെഗറ്റീവ്, 1 പോസിറ്റീവും 1 ഫീഡ്ബാക്കുമാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് സെൻറ്റർ വയർ, അതായത് ഈ ലോങ് മാർക്കുള്ള വയർ ഇതിൻ്റെ നെഗറ്റീവ് വയറാണ്. ഇതിൽ ഇൻറ്റു മാർക്കിട്ടതാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക്. ഇതിനകത്ത് വെറും ലെറ്റർ മാത്രമുള്ള വയർ ഇതിൻ്റെ പോസിറ്റീവ്. നമുക്കതിൻ്റെ ക്രമപ്രകാരം കൊടുക്കാം. അതായത് മുമ്പേ ഞാൻ പറഞ്ഞു, പോസിറ്റീവ് വയർ റൈറ്റ് സൈഡിൽ, അതായത് ഞാറ്റത്തെ പിന്ന്. ഓക്കെ. നെഗറ്റീവ് വയർ, അതായത് ഇതിൻ്റെ സെൻറ്റർ വയർ ഇതിൻ്റെ അങ്ങേ അറ്റത്ത്. ഓക്കെ. ഫീഡ്ബാക്ക് വയർ സെൻറ്ററിൽ. റെഡി. മോട്ടർ കണക്ഷൻ കൊടുത്തു, ഫീഡ്ബാക്ക് കൊടുത്തു, ട്രാൻസ്ഫോമർ കണക്ഷൻ കൊടുത്തു, സെൻസർ കറക്റ്റാണ്. ഇതേ നമ്മുടെ ഡിസ്പ്ലേ എല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമുക്കിതിൽ AC കണക്ഷൻ കൊടുക്കാം. ഇത് ഫേസ് കണക്ഷൻ. ഇതാ ഫേസ് കണക്ഷനിൽ ഫേസ് കണക്ഷൻ കൊടുത്തു. ഇങ്ങേ ഭാഗത്ത് വരുന്നത് ന്യൂട്രൽ കണക്ഷൻ. ഇപ്പോൾ അത്യാവശ്യം എല്ലാം വേണ്ട കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സെൻസറിന് സെൻസർ, ഡിസ്പ്ലേ കണക്ഷൻ കൊടുത്തു. സിങ് മോട്ടർ മാത്രം കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് സാധാരണഗതിയിൽ അതിൻ്റെ ഇത് വരാറില്ല. അത് ഇതുമായിട്ട് ബന്ധമില്ല എന്നല്ല, അതായത് ഇതിവിടെ ഇല്ലെങ്കിലും നമുക്കിതിൻ്റെ ഫങ്ഷന് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഇത് കണക്ഷൻ കൊടുത്തു. ഇത് ഓൺ ചെയ്യാൻ പോവാണ്.
യെസ്, ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കറണ്ട് വരും. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തൊരു ബൾബിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ ന്യൂട്രൽ, ഇത് കംപ്രസറിലേക്ക് പോകുന്ന കണക്ഷൻ. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്രസറിൽ, അതായത് എന്തെങ്കിലും ഔട്ട്ഡോറിൽ എന്തെങ്കിലും ഹൈ ആംബിയർ വരുന്ന ഒരു സാഹചര്യം, അതായത് മോട്ടോർ ഷോട്ടോ കപ്പാസിറ്റർ വീക്കോ കംപ്രസർ വീക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനുടനെ സിസ്റ്റത്തിലേക്ക് ഓഫ് മെസ്സേജ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയൊരു ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് കൂടെയാണ് ഈ ഔട്ട്പുട്ടിലേക്ക് പോകുന്ന വയർ കൊടുത്തിരിക്കുന്നത്. ഇവനാൾ കാര്യം നിസ്സാരാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അതിനകത്ത് ചെയ്യുന്നത്. അതായത് ഇതൊരു ട്രാൻസ്ഫോമറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വയറിൽ ഈ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം, ആംബിയർ വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ആംബിയർ സെൻസർ ട്രാൻസ്ഫോമറും കൂടിയാണ്. ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസം ഔട്ട്പുട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ സിസ്റ്റം കൊടുക്കും. നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ഓണായി, ഫങ്ഷനെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി ഈ ലെവലിൽ നമ്മൾ AC കൊണ്ട് പിടിപ്പിച്ചാൽ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.